ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് സാധാരണ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. കാരണം ഏട്ടനുണ്ടാവും, ആൾ നല്ലോണം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എ സി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഡീപ്പ് ക്ലീൻ ഒന്നുമല്ല, എന്നാൽ ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഏട്ടനും ഞാനും കൂടിയാണ്. ഞാനൊന്നും ചെയ്യില്ല, ഞാൻ വീഡിയോ എടുക്കുകയാണ്. എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഫിൽറ്ററൊക്കെ അഴിച്ചു തന്നു, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായേ. പിന്നെ ഏട്ടൻ ഇങ്ങനെ അതിൻ്റെത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചായി ഇപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തണുപ്പ് കുറവായിട്ടൊക്കെ തോന്നാറുണ്ട്. നമ്മുടെ സർവീസിങ് ടൈം കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ടില്ല. എ സി ഒക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യണം എന്നാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് അവരെ വിളിച്ച് ക്ലീൻ ചെയ്തിട്ട് അവരാകുമ്പം വന്നിട്ട് ഗ്യാസൊക്കെ ചെക്ക് ചെയ്യുമല്ലോ എ സിയുടെ. അപ്പം കണ്ടില്ലേ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. നന്നായിട്ട് പൊടി ഇങ്ങനെ എന്താ പറയുക, നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ തെരുത്തെടുക്കാം, അതുപോലെ വന്നായിരുന്നു. ഇത് ഏട്ടന് അറിയുന്ന പോലെ ഏട്ടൻ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷും ഒരു ടൂത്ത് ബ്രഷൊക്കെ എടുത്തിട്ട് ആൾ നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. എന്തൊരു അഴുക്കായിരുന്നു എന്നറിയോ, ഭയങ്കര അഴുക്കായിരുന്നു. നന്നായിട്ട് നമ്മൾ എത്ര മിനിമത്തിലിട്ടിട്ട് പോലും നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടുന്നില്ല. അത്ര മാക്സിമത്തിൽ നമുക്ക് കൂളിങ് കൊടുത്തിട്ടും നമുക്ക് കിട്ടുന്നില്ല. അത് നമ്മൾ ഓൺ ചെയ്തിട്ടിട്ട് നമുക്ക് ആ തണുപ്പ് കിട്ടുന്നില്ല തീരെ. പിന്നെ പൊടിയൊക്കെ ആണല്ലോ, ഇങ്ങനെയൊന്നും നമ്മളിങ്ങനെ യൂസ് ചെയ്യാതെ എന്താ പറയുക, ക്ലീൻ ആക്കാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഫിൽറ്ററിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് 2 ഫിൽറ്ററിങ് ഉണ്ടായിരുന്നു, അത് രണ്ടും എടുത്തപ്പോൾ ഉള്ള അവസ്ഥയാണിത്. ശരിക്കും നെട്ടിപ്പോയി, ഇത്രയും പൊടിയോ എന്ന് ചിന്തിച്ച് പോയി. അത്രയും നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഡീപ്പ് ക്ലീൻ എന്നല്ല, ഞങ്ങളേതായ രീതിയിൽ ഞങ്ങളൊരു ക്ലീൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്കതിന് ടെക്നീഷ്യനെ വിളിച്ചിട്ട് സർവീസ് ചെയ്യിക്കണം. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ശരിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഞാൻ ജസ്റ്റ് എ സിയുടെ പുറമേ ഉള്ളൊന്നും ഇങ്ങനെ തുടക്കുന്നല്ലാതെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ആക്കാനൊന്നും എനിക്ക് അഴിക്കാനൊന്നും പറ്റില്ല. ഏട്ടൻ ഉണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആളുണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്തു തരിക. എ സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഫ്രിഡ്ജ് ഞാൻ ചെയ്യും. എ സി, വാഷിംഗ് മെഷീൻ്റെ സംഭവങ്ങളൊക്കെ അയച്ചിട്ട് എനിക്ക് ക്ലീൻ ആക്കി തരുന്നതൊക്കെ ഏട്ടനാണ്. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറൊരു വീഡിയോയിലുണ്ട്. വേണ്ടവർ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതിന് സർവീസിന് വേണ്ടിയിട്ട് ആളെ കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വാഷിംഗ് മെഷീൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടായിരുന്നു വാഷിംഗ് മെഷീൻ്റെത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫിൽറ്ററിലുള്ള അഴുക്ക് കണ്ടോ, നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ചേറ് അല്ലെങ്കിൽ അഴുക്ക് എന്നൊക്കെ പറയാമല്ലേ, അതിങ്ങനെ തെരഞ്ഞ് വരികയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ എ സിയുടെ സംഭവങ്ങളൊക്കെ അയച്ചിട്ടായിട്ട് മുകളിലും ഉള്ളിലും എല്ലായിടത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആൾ പറ്റുന്ന രീതിയിൽ ആൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാനും ഒന്ന് ക്ലീൻ ചെയ്യണം, അതൊക്കെ എനിക്ക് ഇന്ന് തന്നെ ആൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ക്ലീൻ ആക്കുന്നത് നോക്കട്ടോ. ഫിൽറ്റർ കണ്ടോ, ഇതുപോലെയാണ് ചെയ്യുന്നത്. കൈ കൊണ്ടൊന്നും ചെയ്യില്ല, ആദ്യം തന്നെ കൈ കൊണ്ട് ഇങ്ങനെ തെരച്ചെടുത്തപ്പോൾ തന്നെ കട്ടയായിട്ട് ഇങ്ങനെ അഴുക്ക് വന്നായിരുന്നേ. നല്ല അഴുക്കുണ്ടായിരുന്നു, വളരെ നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്നുവെച്ചാൽ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടി മുന്നേത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എടുത്ത പാടെ നല്ല കട്ടയായിരുന്നു. പിന്നെ അത് മോള് വന്നിട്ട് ഞാൻ ക്ലീൻ ആക്കാനായിട്ട് അവൾ കുറച്ച് ബ്രഷ് ഉണ്ടാക്കിയപ്പോഴാണ് ഇത്രയെങ്കിലും ഇത്രയായി. പിന്നെ അത് നന്നായിട്ട് ക്ലീൻ ആവാത്തത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും വാങ്ങിയിട്ട് ക്ലീൻ ചെയ്തു. കണ്ടില്ലേ, എല്ലാവരും എ സിയെല്ലാം കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യുക കേട്ടോ. എ സി ഒന്നും ഇങ്ങനെ നമ്മൾ പറയുന്ന എ സിന്ന് ചീത്ത വാതകം ശ്വസിച്ച് മരണം വരെ സംഭവിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറേ ആയി പറയും, നമുക്ക് സാഹചര്യം ഒത്തു കിട്ടില്ല, ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഇങ്ങനെ ആയിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ അഴിച്ചിട്ടൊന്നും എടുക്കാറൊന്നുമില്ല, ജസ്റ്റ് പൊടി ഇങ്ങനെ തട്ടാറേ ഉള്ളൂ. അങ്ങനെ കണ്ടില്ലേ, അത് നമ്മൾ ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇപ്പം നോക്കിയാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം കണ്ട. അത് ചെയ്യാത്തത് അതിൻ്റെ അടിയിൽ നമ്മൾ ക്ലീൻ ആക്കിയതുമാണേ. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എ സി ഇട്ടപ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു അത്യാവശ്യം. നല്ല വളരെ നന്നായിട്ട് നമ്മുടെ പണ്ടത്തെ ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടി സത്യം പറഞ്ഞാൽ. എ സി രണ്ടാമത് ഓണാക്കിയപ്പോഴേ, ക്ലീൻ ആക്കിയിട്ട് ഓണാക്കിയപ്പോൾ അങ്ങനെ. പിന്നെ ഇത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ്. ഞാൻ ബാക്ക് ടു സ്കൂളിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയിട്ട് എല്ലാവരും കാണണേ. മാത്രമല്ല ഇത് കൂടാതെ വേറെയും ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ എന്നെ കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ എനിക്ക് തരാൻ മറക്കല്ലേ. ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണ്, വ്യൂസും ഒക്കെ എനിക്ക് കുറവാണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ എ സിയുടെ പണി നമ്മളിങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ തന്നെ ചെയ്യാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കൂളിൽ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാൻ. പെട്ടെന്ന് എൻ്റെ അടുക്കളയിലെ ജോലികളൊക്കെ തീർന്നു പറഞ്ഞിട്ട് പിന്നെ ഇത് ക്ലീൻ ആക്കാൻ നിന്നു. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്നെ കാത്തു നിന്നതായിരുന്നു ആൾ. അപ്പോൾ കണ്ടില്ലേ, ശരിക്കും നന്നായിട്ട് ക്ലീൻ ആയിട്ടാ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, രണ്ടാൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ക്ലീൻ ആക്കാൻ വരും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടെ വന്ന് നിന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യും. പറ്റുന്ന പണികളാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുണ്ട്, ഞങ്ങൾ കൊടുക്കും.
പിന്നെ ഇതൊന്നും അങ്ങനെ ചെയ്യാൻ കൊടുത്തില്ല, കാരണം രണ്ടാൾക്ക് അലർജിയുള്ള മോൾക്ക് അലർജി ഉണ്ട്. അപ്പോൾ പൊടിയൊക്കെ പാറുമ്പോൾ അവൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഇതിനങ്ങനെ നിർത്തിയില്ല ആളെ കൂടെ. എന്നാലും വന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് അതായ സ്ഥാനത്ത് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഓക്കെ അല്ലേ എന്ന് നോക്കണം. ഇപ്പം ഞാൻ ഇതിൽ നിന്നെടുത്ത പൊടി കാണിച്ചു തരാം കേട്ടോ. ഫുൾ അഴുക്ക് കണ്ടില്ലേ, നല്ല ഉണ്ടായിരുന്നു, ഇങ്ങനെ കട്ട അഴുക്ക്. അപ്പോൾ കഴിഞ്ഞ് പിന്നെ അത് രണ്ടാമത് നമുക്ക് തിരിച്ച് വെക്കണമല്ലോ. അപ്പോൾ അത് ഏട്ടൻ ചെയ്യാണ് കേട്ടോ. രണ്ടും തിരിച്ച് വെച്ചിട്ട് AC ഒന്നും കൂടിയിട്ട് നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പ് കിട്ടിയായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഉപയോഗിക്കാം. നല്ല മഴ പെയ്ത് തുടങ്ങും പിന്നെ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ രാത്രി ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ ചൂടിനൊക്കെ AC ഇല്ലാതൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് എത്ര AC ഇട്ടാലും ഞാൻ വിയർക്കും, ഞാൻ അങ്ങനത്തെ ആളാണ്. അപ്പോൾ AC മാക്സിമം ഇടാറുണ്ട്. ഇപ്പം മഴയായപ്പോൾ പിന്നെ അതും നിന്നു അങ്ങനെ. അപ്പോൾ ഏട്ടൻ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് AC മറ്റേ അതിൻ്റെ ഇങ്ങനെ തുറക്കുന്ന ആ സംഭവമില്ലേ, ആ ഭാഗം അതൊക്കെ നല്ലോണം ഫിക്സ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫാനിൽ പൊടിയിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫാനൊന്ന് പൊടി തട്ടണം. അതാണ് ഇനി അടുത്ത പ്ലാൻ. പൊടി അപ്പോൾ AC ഒന്ന് ഓണാക്കി നോക്കട്ടെ. വീടാകെ അലങ്കോലമായി കിടക്കുകയാണ്. ഞങ്ങൾ ഫുൾ ക്ലീനിങ് ആയതുകൊണ്ട് ഓരോ ഭാഗം ഇങ്ങനെ ചെയ്ത് വരുവാണ്. ഇനിയിപ്പോൾ ഹാളിലൊക്കെ പണിയുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വീഡിയോൻ്റെ പുറകെ ഇങ്ങനെ എടുത്ത് നടക്കാൻ സമയമില്ലായിരുന്നു. മഴ വരുമ്പോഴത്തേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. സ്കൂളിൽ തുറക്കുന്നതിൻ്റെ തലേ ദിവസമല്ലേ. അപ്പോൾ റൂം ക്ലീനിങ് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ക്ലീനിങ് ഇല്ല, ACയും ഫാനും മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ അവിടെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഫാനൊക്കെ തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടിയപ്പോൾ തന്നെ ഫാനൊക്കെ നല്ല അടിപൊളിയിൽ കുറച്ചും കൂടി സ്പീഡിൽ നന്നായിട്ട് കറങ്ങി. AC ഓണാക്കി ഫാനും AC ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഫാൻ ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി, അങ്ങനെയാണല്ലോ. അപ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ, അടിപൊളിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഏട്ടൻ പറഞ്ഞു ACയും ഫാനും കൂടി രണ്ടും അങ്ങനെ ഒരുമിച്ച് ഇടരുതെന്ന് വെച്ചാൽ ACയിൽ നിന്ന് എയർ, അതിൻ്റെ ഫാനിൽ നിന്ന് എയർ പുറന്തള്ളുന്ന സമയത്ത് ഈ ഫാനിൻ്റെ കാറ്റും അങ്ങോട്ട് തിരിച്ചതാകുമ്പോൾ കംപ്ലൈൻ്റ് ആവും എന്നൊക്കെ പറയുന്നു. ഏട്ടൻ പറഞ്ഞതാണ് എന്നോട്. അങ്ങനെ അപ്പോൾ പിന്നെ ഫാന് മറ്റേ AC ഇട്ട് ഞങ്ങൾ ഫാനിൽ 5-ലിട്ട് കിടക്കും. പക്ഷെ ഇപ്പം നമ്മൾ ആ ഒരു അറിവ് കിട്ടിയതിന് ശേഷം എന്നാൽ പിന്നെ ശരി നമുക്ക് കുറച്ചിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരുന്നവരെ പിന്നെ കുട്ടികൾ AC ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് തന്നെ കിടക്കുമായിരുന്നു കേട്ടോ. കുറേ ആയല്ലേ ഇപ്പോൾ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അതിനകത്ത് കയറി കിടന്നു. ACൻ്റെ നമ്മുടെ കാറ്റ് വരുന്ന ആ ഭാഗമില്ലേ, വെൻറ്റിലേഷൻ വരുന്ന ആ ഭാഗം, അവിടെ ക്ലീൻ ആക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എൻ്റെ ചെറിയ ആൾ ബൊമ്മേനെ എടുത്തിട്ട് തൊട്ടിൽ കെട്ടിയിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് അതിനകത്ത് മൂത്ത ആൾ വന്ന് അതിനകത്തിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാമല്ലോ, ഞങ്ങൾക്ക് ഇനി ഇവിടെ ഞങ്ങൾ ഊഞ്ഞാലായിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാൾ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം അത് ഊഞ്ഞാലുമേലായി. രണ്ടാൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഊഞ്ഞാലായിട്ട് നമ്മുടെ ഫാനും ക്ലിയറായി. അപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി അതിനകത്ത് കിടന്നുറങ്ങാം. ഒന്ന് കുഞ്ഞു റൂമാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ആൾ അതിന് അടിയായി. അവസാനം ഒരു പഴയ സാരി എടുത്തിരിക്കുന്നുണ്ടല്ലേ, മഞ്ഞക്കൊട്ട വെച്ചിട്ട്. അതുപോലെ രണ്ട് സാധനങ്ങൾ ജനലിൻ്റെ അടിയിൽ സാരി ഇങ്ങനത്തെ പരിപാടികളൊക്കെ രണ്ടാൾക്ക് രണ്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ രണ്ടാൾ അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു ചെയ്ത് റൂമൊക്കെ സെറ്റാക്കി. രണ്ടാൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. പുതിയലും പുസ്തകം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് നമ്മുടെ ഹാമോക്കില്ലേ, നമ്മുടെ ട്രെയിനിലോ അങ്ങനെ നമ്മുടെ ട്രെയിനിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര റഷായിരിക്കുന്ന ട്രെയിനിലിങ്ങനെ ആൾക്കാർ കിടന്നിട്ടുണ്ട്. കുറേ വ്ളോഗിലും അങ്ങനെയൊക്കെ കാണാം. തൊട്ടിൽ പോലത്തെ സാധനം ഹാമോക്ക് എന്ന് പറയും. ഹാമോക്ക് കെട്ടിയിട്ടാണ് ഇത് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ രണ്ടാൾക്കാരുടെ പണി. ഞാൻ അവസാനം ഒന്ന് കെട്ടിയപ്പോഴാണ് രണ്ടാളും അടിയായത്. അങ്ങനെ രണ്ടെണ്ണമൊക്കെ കൂടി ഒരുമിച്ച് സംസാരം എന്താണ്, ഒരാൾ ഇത്ര പ്രാവശ്യം ആടാം എന്നിട്ട് അടുത്താൾ ഇത്ര പ്രാവശ്യം ആടാം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ സമയത്തിന് അങ്ങനെ ഭയങ്കര ബഹളമായി. ക്ലീൻ ചെയ്ത ശേഷം പിന്നെ അച്ഛൻ പറഞ്ഞാൽ നമുക്ക് സാരി അങ്ങോട്ട് എടുത്ത് കെട്ടാൻ, ഒരു പഴയ സാരി ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ സാരി എടുത്ത പണി നോക്കിക്കോ നിങ്ങൾ, കുട്ടികളുടെ പണിയാണ്. കെട്ടി ചെറിയ ആൾ ഓക്കെ. ഇന്ന് രാത്രി എന്നിട്ട് അവർ രണ്ടാളും അവിടെയായിരുന്നു കിടന്നുറങ്ങിയത്. രണ്ടാളും കൂടി സുഖമായിട്ട് അതിനകത്ത് കിടന്നുറങ്ങി. ഒരാൾ ഇതിലും ഒരാൾ ഇപ്പോൾ കെട്ടാൻ പോകുന്ന സംഭവത്തിലും കിടന്നു. ഞങ്ങൾ രണ്ടാളും നല്ല സുഖസുന്ദരമായി ബെഡിലും കിടന്നു. പിന്നെ ഒരു വീഴുന്ന പേടിക്കേണ്ട, വീണാലും ബെഡിലേക്കാണല്ലോ വീഴുക. നമ്മുടെ ബങ്ക് ബെഡില്ലേ, ബങ്ക് ബെഡൊക്കെ വേണമെന്നോ, അങ്ങനെ വീടെടുക്കുന്ന സമയത്ത് ബങ്ക് ബെഡ് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, വലിയ സ്പേസൊന്നുമില്ല. അപ്പോൾ പിന്നെ വന്നാൽ പിന്നെ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അവരുണ്ടല്ലോ അവിടെ കളിക്കാൻ വിട്ടു. പിന്നെ കുളിച്ച് മാറ്റി ഞങ്ങൾ വേഗം കടയിലേക്ക് പോകണേ. കടയിലേക്ക് പോകുന്ന വഴിക്ക് പാടത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടു. മഴ സമയത്ത് താറാവിനൊക്കെ ഒരു പാടത്തിറക്കൂട്ടാ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. താറാവുകൾ എന്താ പറയുക,
തലയൊക്കെ ഇങ്ങനെ ചളി വെള്ളത്തിലേക്ക് തല ഇങ്ങനെ ഇട്ടിട്ട് അവർ ഇര ഇട്ട് കൊടുത്തായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഞങ്ങൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താറാവുകൾ തല ഇങ്ങനെ പുല്ലിരിക്കുന്ന താഴ്ത്തിയിട്ട് ഇങ്ങനെ പോവായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ അവിടെ ലൈൻ പോലെ കണ്ട അതിലൊറ്റ നിരയിൽ എല്ലാവരും കൂടി നിൽക്കായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഇങ്ങനെ കിട്ടുന്ന ഇവരുടെ അടുത്ത് നമ്മൾ താറാവിൻ്റെ മുട്ടയൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മുട്ടയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാണ്ട് കുറച്ച് നേരം അവിടെ ഒന്ന് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കണ്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങി. കൊടകര ടൗണിൽ നിന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പെരുമ്പിള്ളി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ 1600 രൂപയോളം ആയി. അത്ര സാധനങ്ങൾ വാങ്ങില്ല, എന്നാലും പെൻഡിങ് ഇനിയും സാധനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഒരു ലൈം കഴിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വിശന്നുണ്ടായില്ല. അപ്പോൾ ദാഹത്തിന് ഓരോ സർബത്ത് കുടിച്ചു. സർബത്തൊക്കെ കുടിച്ച് പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇനിയും പെൻഡിങ് ഉണ്ട്, നമുക്ക് പിന്നെ വാങ്ങാം, അത്യാവശ്യമുള്ള സാധനം വാങ്ങിയാൽ മതി, നമുക്ക് വേഗം പോകാം, കുട്ടികൾ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മോൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളൂ. രണ്ടാളും അനിയത്തിക്ക് അവൻ തന്നെ എടുത്ത് കൊടുത്തോളൂ. പക്ഷേ ആ ചെറിയ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി രണ്ടാളും കഴിച്ച് പിന്നെ ഞങ്ങൾ വരുമ്പോൾ 2 ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. രണ്ടാൾക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പൊതിയിടാൻ വേണ്ടിയിരുന്നു കേട്ടോ. പുസ്തകം പൊതിയണമല്ലോ. ഒരാൾക്ക് ഈ ഒരു പൊതിയാണ്, നല്ല സിൽവർ പേപ്പറൊക്കെ കൊണ്ട്. പിന്നെ മറ്റേ ആൾക്ക് ബ്രൗൺ പൊതി, ബ്രൗൺ കവർ പേപ്പറാണ് വാങ്ങിയത്. ബ്രൗൺ അല്ല, ബ്രൗണിൻ്റെ പോലത്തെ വരുന്ന മറ്റേ കളറില്ലേ, അതാണ് വാങ്ങിയത്. അപ്പം അതും കൊണ്ട് പൊതിയിട്ടു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതല്ല കേട്ടോ, ഞങ്ങൾ ചെറിയ മോൾക്ക് അത് എടുത്തു. പക്ഷേ മൂത്ത ആൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഒരു ഒതുക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ മറ്റേ പൊതി കൊണ്ടാണ് ഇട്ടത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വരുമല്ലോ, മഴ വരാനായി, മക്കളെ നിങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കുറച്ച് നിങ്ങളുടെ ഭാഗത്തുള്ള മരം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഒന്ന് വെട്ടിത്തരണമെന്ന് പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയൊക്കെ. അപ്പോൾ പിന്നെ അവർക്കത് ചെയ്തു കൊടുത്തു. നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവരുത്, കാരണം അവരത്രയും പൈസ കൊടുത്ത് ചെയ്തതാണ്. അപ്പം മരം ഇടിഞ്ഞ് അവർക്ക് അതും ചെയ്തു. പിന്നെ അവരുടെ ഇടയിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റണ്ടെന്ന് കരുതി നമ്മൾ വേഗം അതങ്ങ് ചെയ്തു കൊടുത്തു കേട്ടോ. ഇപ്പം അങ്ങനെയുള്ള മറ്റുള്ള പറമ്പിലേക്ക് ആയിട്ടിരിക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ വേറെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നാൾ വെട്ടി, 2 ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കശുവണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കശുവണ്ടി നമുക്ക് ചുട്ട് തിന്നാമെന്ന് പറഞ്ഞിട്ട് കശുവണ്ടി ചുടുകയാണ് കേട്ടോ. കശുവണ്ടി ചുട്ടിട്ട് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, ഉണ്ടാവില്ല. ഇതൊന്നും ആരും ചെയ്തൊന്നും കൊടുക്കാനില്ല. ആർക്കും ഇതിനൊന്നും പുറകെ വായാൻ സമയമില്ലല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് കിട്ടിയിട്ട് നമുക്ക് ചുട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തോളാം, നീ പോയിട്ട് വീഡിയോ എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ പിടിച്ച് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ തന്നെയാണ് മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏട്ടൻ തന്നെയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ ആൾ എനിക്കത് ചെയ്തു തന്നു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എന്താ പറയുക തിന്നുന്നത് കൂടാതെ ഞങ്ങൾ വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏട്ടൻ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടുന്ന അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മനസ്സിലാവാൻ പറയുന്നത് സ്മെല്ല് വരുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് വരുന്നില്ല. കശുവണ്ടി കൊണ്ട് നമ്മൾ ചമ്മന്തി മണം വരുന്നുണ്ട്. അപ്പോൾ കുറേ എല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യട്ടെ. കുറേ വെച്ച പോലെയായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്താണ്, ഉണ്ട ഉണ്ടാക്കാൻ പറ്റും. അരിയുണ്ടയിൽ ഇത് ചേർത്തിട്ട് അതിന് നമ്മൾ അങ്ങോട്ട് മലപ്പുറം അണ്ടിപ്പുട്ട് എന്ന് പറയും. ഏട്ടൻ ചൂണ്ടിപ്പുട്ട് കൈട്ട് വായിട്ടുണ്ട്. ഞാൻ കുട്ടികളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. കഴിച്ചപ്പോൾ ആളെ വെറൈറ്റി ടേസ്റ്റ് മുമ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ ഇട്ട് ഇഷ്ടമായി, കുറച്ചൊക്കെ കഴിച്ചു. ബാക്കി നമ്മുടെ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടാ. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും, എല്ലാവരും കണ്ടോളോട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതും ഏട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തോളാം, നീ വീഡിയോ എടുത്താൽ മതി, ഞാൻ ചെയ്തു തന്നോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് ഇത് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പം അണ്ടിപ്പുട്ടിന് വേണ്ട സംഭവങ്ങളാണ് കേട്ടോ ഇത്. നമ്മുടെ ശർക്കരയാണിത്. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അരി വറുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ, തേങ്ങയും അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് നമ്മുടെ ഇപ്പോഴത്തെ കശുവണ്ടി പരിപ്പ്, അതും കൂടി മിക്സാക്കി എല്ലാം കൈയ്യുണ്ട് നല്ലോണം തിന്നും. അതാണ് നമ്മുടെ മെയിൻ താരം കേട്ടോ, നമ്മൾ പൊളിച്ചെടുത്ത കശുവണ്ടി. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് പൊടിച്ചതിന് ശേഷം കേട്ടോ, തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത്, തേങ്ങയും കൂടി ഞാൻ ഇട്ടിട്ട് പൊടിച്ചതാണ്. മിക്സാക്കിയിട്ട് എല്ലാം കൂടി നല്ലോണം കൈയ്യുണ്ടൊന്നിങ്ങനെ ഞാൻ വെട്ടിയെടുക്കുക. നന്നായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ട് ആ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചൂടുണ്ടാവും. അരി വറുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ ആ എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. ആ ഒരു സമയത്തിന് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത്. ഉപ്പും കൂടിയിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അവിടെ കുഞ്ഞു ഉണ്ടായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം വലിയ ഉണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ കൊടുത്താൽ അവർക്ക് ബാക്കിയാക്കും. അപ്പോൾ ഇത് കുഞ്ഞു ഉണ്ടാകുമ്പോൾ ആ ഒരു കുഴപ്പമില്ല. ഏകദേശം ഒരു 18-20 എണ്ണത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു.
ഞാൻ ഇതുവരെ ഈ അണ്ടിപ്പുട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, സാധാരണ അരിയുണ്ട കഴിച്ചെന്നല്ലാതെ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആളൊന്ന് കഴിക്കുന്ന പോലെ കാണിച്ചു ഉണ്ടായെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സന്ധ്യയായി, വിളക്ക് വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചില്ല. സെയിം ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും കിട്ടിയ ഹാമോക്കിൽ കിടന്ന് രണ്ടാളും കിടന്നുറങ്ങുകയാണ് കേട്ടോ. അത്രയും എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ